അടിപൊളി 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 നല്ല ക്രാഫ്റ്റാണ്. നല്ല വിഷ്വൽസ് എല്ലാം അടിപൊളിയാണ്. പിള്ളേർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. സൂപ്പർ പടമാണ്. ഒരു നെഗറ്റീവ് പറയാനുമില്ല. കുട്ടികൾക്കായാലും ആർക്കായാലും ശരി കാണാനും അതിൽ തന്നെ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ജീവിതം തന്നെ 3D നല്ല 3D എക്സ്പീരിയൻസ് ആണ്. ARM ഞാൻ കണ്ടായിരുന്നു. ARMനെക്കാളും നല്ല കിട്ടില്ല 3D എക്സ്പീരിയൻസ്. സംവിധായകനായിട്ട് മാറിയിട്ടുള്ള ഒരു ആദ്യത്തെ സംരംഭമാണ്. എങ്ങനെയുണ്ട്? ഇതുവരെ നടനായിട്ട് മോഹൻലാലിനെ കണ്ടിട്ടുള്ളൂ അല്ലേ? സിനിമകളൊക്കെ ഒരുപാട്. ഇപ്പോൾ ഒരു സംവിധായകന്റെ സിനിമ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ്, 47 വർഷത്തെ എക്സ്പീരിയൻസ് അങ്ങോട്ട് ഇറക്കിയിരിക്കുകയാണ് ഇതില്. തീർച്ചയായിട്ടും 3D എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? അടിപൊളി 3D അടിപൊളി. കുട്ടികളും ഫാമിലിയൊക്കെ ഭയങ്കരമായിട്ട് ഏറ്റെടുക്കും. എല്ലാവരും കയറും. കുട്ടികളും ഫാമിലിയും പോകും. നല്ല സിനിമ നന്നായിട്ട് നല്ലൊരു സിനിമ. അടിപൊളി. നല്ല ഡയറക്ഷൻ. അടിപൊളി ഒന്നും പറയാനില്ല. പിള്ളേരെ ഉള്ളു. പിള്ളേർ കാണാൻ നല്ല സിനിമയാണ്. സംവിധായകന്റെ കഴിവ് എങ്ങനെയുണ്ട്? പക്ക സംവിധായകനായിട്ട് മാറിയിട്ടുള്ള ഒരു സിനിമയാണ്. എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. നല്ല അഭിപ്രായം. കുഞ്ഞുകുട്ടിയൊക്കെ കാണാൻ പറ്റിയ സിനിമയാണ്. നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. 47 വർഷത്തെ എക്സ്പീരിയൻസ് അല്ല അതൊന്നിനെ പറ്റിയൊന്നും പറയാൻ ഞങ്ങളല്ല. പടം നല്ല രസമുള്ള സിനിമ എങ്ങനെയാണ്? സൂപ്പർ 47 വർഷത്തെ എക്സ്പീരിയൻസിൽ ലാലേട്ടൻ്റെ ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. 3D എഫക്റ്റൊക്കെ ഫാമിലിയോടെ ക്രിസ്മസിന് ആഘോഷിക്കാൻ പറ്റിയ നല്ലൊരു പടം. കുടുംബം പിള്ളേരായിട്ട് ഏറ്റെടുത്തു 100% ഉറപ്പാണ്. നല്ല 3D എഫക്റ്റൊക്കെ നല്ല കിടിലും. വിഷ്വൽ എഫക്ട്സ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. ആക്ടറായിട്ടും എല്ലാം കൊണ്ട് സൂപ്പറായിട്ടുണ്ട്. സംവിധാനം അടിപൊളിയായിരുന്നു. നന്നായിരുന്നു. പുള്ളി നല്ല രീതിയിൽ പടം കൈകാര്യം ചെയ്തിട്ടുണ്ട്. 3D എഫക്ട്സ് അത് നല്ല രസമാണ്. വിഷ്വൽസ് പിന്നെ അഭിനയിച്ചിരിക്കുന്ന വിദേശ താരങ്ങളുണ്ട്. ഇമോഷന്റെ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അത് നന്നായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ കാണാനുള്ള സംഭവം നല്ല സിനിമയാണ്. കാണാൻ പറ്റിയ നല്ല പടം. നല്ല വീട് വിഷയം പിള്ളേർക്കാണ് ഫാമിലിക്കാണ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. നല്ല സിനിമ, നല്ല 3D നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. 47 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു പടത്തിൽ ആസ് എ ഡയറക്ടറായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഡയറക്ടറാണ് എങ്കിലും സൂപ്പർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സ്കെയിലിൽ എടുത്തൊരു പടമാണ്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. 3D എക്സ്പീരിയൻസ് ഒക്കെ സൂപ്പർ അടിപൊളി. ഫാമിലി ആയിട്ടൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. നല്ല എൻജോയ്മെന്റ് ചെയ്ത് കാണാം. ഓക്കെ. അങ്ങനെ ഭയങ്കര അമേസിംഗ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എക്സ്ട്രാ ഓർഡിനറി പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഒരു ഡെബ്യൂ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ അടുത്തുനിന്ന് ഒരു നല്ല സിനിമയാണ്. വലിയ കുഴപ്പമില്ല. എന്നാലും അങ്ങനെ ഒരു കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ലൊരു സിനിമയാണെന്നേ പറയാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പ്രൊഡക്ഷൻ ക്വാളിറ്റി എക്സ്ട്രാ ഓർഡിനറി ആണ്. 3D അതൊക്കെ വളരെ നല്ല രീതി. 3D നല്ലതാണ്. പക്ഷേ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ ഭയങ്കര ഹുക്കിംഗ് അല്ല. ഒരു സ്ലോ പേസ്ഡ് സ്ക്രീൻ പ്ലേ ആണ്.
തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു ഡീസന്റ് പടം എന്ന് പറയാം. ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. രക്ഷയില്ല, പക്ഷേ പടം സൂപ്പറാണ്, കണ്ടുകൊണ്ടിരിക്കുക. റെഡിയൊക്കെ പക്ക. കൊള്ളായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എന്താണ് ഈ ഒരു സിനിമയിൽ? ഫാന്റസിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. 3D കൊള്ളായിരുന്നു. ലാലേട്ടൻ എങ്ങനെയുണ്ട് ഇതില്? ബാറോസായിട്ട് കൊള്ളാം, കുഴപ്പമില്ല. സീരിയസ് ആയിട്ട് സൂപ്പർ. ആരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പടത്തില്? മോഹൻലാലിനെ. ഓ, ലെവല്, വേറെ ലെവല്. 3D പൊളിയായിരുന്നു. അത് ആ എഫക്ട് പൊളി. സൂപ്പറായിരുന്നു. ഓ, സൂപ്പർ ഇവിടെ എവിടെ ഒന്നും പറഞ്ഞില്ല, എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പറായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സിനിമ? യെസ്. അടിപൊളിയായിരുന്നു. 3D എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? 3D യെസ്. സിനിമയായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു. കൊള്ളാം. കൊള്ളായിരുന്നോ? അടിപൊളിയായിരുന്നു. അടിപൊളി പടം. 3D ഒക്കെ എങ്ങനെയുണ്ട്? 3D സൂപ്പറായിരുന്നു. അടിപൊളി. ചേട്ടാ എങ്ങനെയുണ്ട്? ഒക്കെ ഫെന്റാസ്റ്റിക് പടം. ഈ ഒരു വെക്കേഷൻ കണ്ടീഷനിൽ പറ്റിയ പടം. എന്തായാലും പിള്ളേരും ഫാമിലിയായിട്ട് ഫാമിലി കണ്ട് കാണാൻ പറ്റിയ പടം. വേറെ ഒരു ഇറിഗേഷനോ ഒന്നുമില്ല, കണ്ടോ നല്ല എടുത്തിട്ടുണ്ട്. സൂപ്പർ എടുത്തിട്ടുണ്ട് എല്ലാം. ഈ നിമിഷം വരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എങ്കിൽ പോലും ലാലേട്ടനെ കൊണ്ട് കഴിവിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടനെ അമ്മയെ കൊണ്ട് കാണിക്കാൻ പറ്റുന്നൊരു സങ്കടം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്താണെന്നാലും നല്ല ഇതിലെടുത്തിട്ടുണ്ട്. ഓക്കെ. 3D ഒക്കെ എങ്ങനെയുണ്ട്? 3D അടിപൊളി. സൂപ്പറായിരുന്നു. ആദ്യമായിട്ടാണ് 3D സിനിമ കാണുന്നത്. ആ ഒരു ഫീലൊക്കെ ഇതിലാരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ സിനിമ? ലേട്ടൻ പൊളിച്ചു. അടിപൊളിയായിരുന്നു. അടിപൊളി. ആദ്യം സംവിധാനം എന്ന് പറയില്ല. അടിപൊളിയായിട്ട് സംവിധാനം ചെയ്തു. അടിപൊളി. കൊള്ളായിരുന്നു. ആ, സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? ആ, 3D ഒക്കെ എങ്ങനെയുണ്ട്? 3D effect? സൂപ്പർ. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ടായിരുന്നു മക്കളെ പടം? കൊള്ളായിരുന്നോ? ലാലേട്ടൻ എങ്ങനെയുണ്ട്? ബാറോസ്. സൂപ്പറായിരുന്നോ? ബാറോസായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? മൂവി നന്നായിരുന്നു. എൻജോയ് ചെയ്തു. കുട്ടികളുടെ ഏജ് ഗ്രൂപ്പിന് ഇച്ചിരി കൂടെ കംഫർട്ടാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? ലാലേട്ടൻ ഒരു നടനിൽ നിന്നൊരു സംവിധായകനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു മൂവി? ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി നന്നായിരുന്നു. ഇഷ്ടമായി. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് വന്നിട്ടുണ്ടോ? ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ടു. ഇച്ചിരി കൂടെ ഓക്കെ ആയിട്ട് തോന്നി. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുട്ടികളെ കൊണ്ടാണ് വന്നത്. എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്തു. എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. എടുത്ത് പറയാനുള്ള എന്താ പടത്തിൽ? നന്നായിട്ടുണ്ടായിരുന്നു. എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു.